ഗംഗേട്ടൻ പറഞ്ഞ ഓരോ വാക്ക് കേൾക്കും തോറും തനിക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ വൈജ അലറിക്കരഞ്ഞുകൊണ്ടേയിരുന്നു. ഗംഗേട്ടനും ഭാര്യയ്ക്കും വൈജയെ നിയന്ത്രിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയായിരുന്നു. ഒരുപാട് വട്ടം വൈജയോട് സമാധാനിക്ക് വൈജയെ, നമ്മൾക്കെന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കാം എന്നെല്ലാം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും വൈജ ഏങ്ങലടിക്കുകയും അലറി വിളിച്ച് കരയുകയും ചെയ്തു. ഒരു നിമിഷം എന്തോ ആലോചിച്ചിരുന്ന ശേഷം വൈജയന്തി ഗംഗേട്ടൻ്റെ നേരെ ചെന്നു. ഗംഗേട്ടൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചുകൊണ്ട് വൈജയന്തി പറഞ്ഞു, "എനിക്ക് വേണം ഗംഗേട്ടാ എൻ്റെ മകളെ. എനിക്ക് ഗംഗേട്ടൻ അവളെ തന്നേ കഴിയൂ. ഒരിക്കൽ എന്നിൽ നിന്നും പറിച്ചെടുത്തതാണ്. ഒരുപാട് വട്ടം ഞാൻ പറഞ്ഞതല്ലേ ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാന്ന്. നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ. എൻ്റെ ഈ അവസ്ഥയ്ക്ക് എല്ലാത്തിനും കാരണം എന്നേക്കാളേറെ നിങ്ങൾ തന്നെയാണ്. എനിക്ക് പറ്റിയ തെറ്റിന് എന്നെ ജീവിതാവസാനം വരെ ശിക്ഷിക്കുക എന്നത് തന്നെയായിരുന്നു നിങ്ങളുടെ തീരുമാനം, അല്ലേ ഗംഗേട്ടാ?" വൈജ ആ പറഞ്ഞത് സത്യമാണെന്ന് ഗംഗേട്ടനും തോന്നിപ്പോയി. കാരണം അന്നേ അവളെയും കുഞ്ഞിനെയും സംരക്ഷിക്കാൻ 3 ആങ്ങളമാരും അച്ഛനും ഉണ്ടായിരുന്നതാണ്. എന്നിട്ടും കുടുംബ പാരമ്പര്യം എന്നതിലുപരി അവരാരും സ്വന്തം പെങ്ങളെക്കുറിച്ചോ മകളെക്കുറിച്ചോ അവൾക്കുണ്ടായ ആ കുഞ്ഞിനെക്കുറിച്ചോ ചിന്തിച്ചില്ല. കൊടും ക്രൂരതയാണ് ആ കുഞ്ഞിനോടും അവളോടും എല്ലാവരും ചെയ്തു കൂട്ടിയത്. വൈജയന്തി ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും മറുപടി പറയാൻ കഴിയാതെ ഗംഗാധരൻ മിണ്ടാതെ ആ ചെയറിൽ തന്നെ ഇരുന്നു പോയി. വൈജയന്തി വീണ്ടും തുടർന്നു, "ഗംഗേട്ടൻ എന്നോട് പറഞ്ഞില്ല. ഞാൻ ചോദിച്ചതിനുള്ള മറുപടി എനിക്ക് നിങ്ങൾ തന്നേ കഴിയും. അല്ലെങ്കിൽ ഞാനും മുന്നും പിന്നും നോക്കാതെ, ഞാൻ പ്രസവിച്ച എൻ്റെ 3 മക്കളെ പോലും ഓർക്കാതെ ഞാൻ അതിനു വേണ്ടി തുനിഞ്ഞിറങ്ങും ഗംഗേട്ടാ. അവളെ എനിക്ക് കിട്ടുന്നത് വരെ ഞാൻ പൊരുതും." വൈജയന്തിയുടെ വാശിയും അലർച്ചയും കേട്ട ഗംഗേട്ടന് പെട്ടെന്നെന്തോ ദേഷ്യം വന്ന പോലെ ഗംഗേട്ടൻ ചോദിച്ചു, "വൈജയ്, നീ പറയുന്നുണ്ടല്ലോ നിൻ്റെ മകളെ നിനക്ക് വേണം, അവളെ ഇനിയെങ്കിലും നിനക്ക് സ്നേഹിക്കണമെന്ന്. നിനക്ക് തോന്നുന്നുണ്ടോ വൈജയ് അവൾ നിന്നോടെല്ലാം പുറത്ത് മാപ്പ് തരുമെന്ന്? നീ അതെന്താണ് ചിന്തിക്കാത്തത്? കഴിഞ്ഞ 23 വർഷം ഏതോ ഒരു അമ്മയുടെ ചൂട് തട്ടി ആ അമ്മയിൽ വളർന്നവളാണവൾ. എത്രയോ അപമാനങ്ങൾ അവൾ സഹിച്ചു. ഏതെല്ലാം വീട് കയറിയിറങ്ങിയാണ് അവൾ ഇന്ന് ഇവിടെ എത്തിയത്. അവളിലൊരു ദൈവത്വവും മഹത്വവും ഉള്ളതുകൊണ്ട് തന്നെയാടി അവളിപ്പോഴും ഒരു കളങ്കവും വരാതെ നീ പ്രസവിച്ച 3 മക്കളെക്കാളേറെ മഹത്വത്തോടു കൂടി അവൾ വളരുന്നത്. എന്തിൻ്റെ കുറവായിരുന്നു നിൻ്റെ 3 മക്കൾക്ക് നീ വരുത്തിയിട്ടുണ്ടായിരുന്നത്? എന്നാൽ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ പെൺകുട്ടി അവിടെയും ഇവിടെയും അലഞ്ഞു നടന്നത്. എന്നിട്ടും അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് കിട്ടിയിരുന്നതെല്ലാം വളരെ വലുതാണ്. നിന്നോട് അവൾ കെഞ്ചി അപേക്ഷിച്ചിട്ടില്ലേ വൈജയ്? നീ വയ്യാതെ കിടക്കുമ്പോൾ നിന്നെ അവളൊന്ന് നോക്കിക്കോട്ടെ എന്ന് നീ സമ്മതിച്ചോ? നിൻ്റെ സമ്മതമില്ലാതെ തന്നെ അവൾ എത്ര വട്ടം നിന്നെ അമ്മയെന്ന് വിളിച്ചിട്ടുണ്ട് വൈജയ്. നീ എത്ര വട്ടം അവളെ മുഖത്ത് നോക്കി പിഴച്ച തള്ളയ്ക്ക് ജനിച്ചവൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. നീ അന്നൊന്നും അറിഞ്ഞില്ല ഒരു കണ്ണാടിക്ക് മുമ്പിൽ ചെന്ന് നിന്നാണ് നീ നിന്നെ തന്നെ വിളിക്കുന്നതെന്ന്. അറിഞ്ഞിരുന്നോ വൈജയ് നീ അത്? ഒരിക്കലെങ്കിലും നിൻ്റെ മനസ്സുകൊണ്ട് ഒരു നോവ് നിനക്ക് തോന്നിയിരുന്നോ? നീ പ്രസവിച്ച മകളാണെന്നറിയണ്ട, അവളും ഏതോ ഒരു അമ്മ പ്രസവിച്ച ഒരു കുഞ്ഞല്ലേ. എപ്പോഴെങ്കിലും നിനക്ക് നീ പ്രസവിച്ച് മരിച്ചുപോയ ആ കുഞ്ഞിൻ്റെ മുഖം നിൻ്റെ മനസ്സിൽ വന്നിരുന്നെങ്കിൽ ഒരിക്കലും നീ അലീനയോട് ഈ ക്രൂരതകളൊന്നും കാണിക്കില്ലായിരുന്നു. ഗംഗേട്ടൻ്റെ ദേഷ്യവും വർത്തമാനവും കേട്ട് ഗംഗേട്ടൻ്റെ ഭാര്യ തന്നെ, "മതി ഗംഗേട്ടാ, ഒന്ന് നിർത്ത്. അവൾ ആകെ തകർന്ന് നിൽക്കുകയാണ്. തകർച്ച എല്ലാവർക്കും ഉണ്ട്, അതെല്ലാവരും മനസ്സിലാക്കണം. അവൾ മാത്രം ഇങ്ങനെ കിടന്ന് അലറിയതുകൊണ്ട് എന്താണ് ഉപകാരം? അവൾ ഇന്ന് മറ്റൊരുത്തൻ്റെ ഭാര്യയും അയാളുടെ 3 കുഞ്ഞുങ്ങളുടെയും അമ്മയുമാണ്. മുന്നും പിന്നും ചിന്തിക്കാതെ എനിക്ക് എൻ്റെ മകളെ വേണം എന്ന് മാത്രം അലറി വിളിച്ചതുകൊണ്ട് എന്താണ് കാര്യം? ഇപ്പോൾ എന്ത് കണ്ടിട്ടും കേട്ടിട്ടും അടങ്ങി നിൽക്കുന്ന ബാലചന്ദ്രൻ ഇവളിങ്ങനെ കിടന്ന് ബഹളം വയ്ക്കുമ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുമെന്നാണോ വിചാരിക്കുന്നത്? എങ്കിൽ അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. വൈജ അറിയുന്നത് വരെ മാത്രമാണ് ബാലചന്ദ്രൻ്റെ മൗനം. അത് കഴിഞ്ഞാലായിരിക്കും അയാളുടെ പൊട്ടിത്തെറി. അയാൾ ഇന്ന് ഞാൻ കണ്ടതിൽ വെച്ച് ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഭർത്താവാണ്. അല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? അയാളെ പറഞ്ഞ് പറ്റിച്ച്
ഒരു വിവാഹം കഴിപ്പിച്ചു എല്ലാവരും കൂടി. അതും അയാളുടെ പണവും സ്വത്തും പോരാ എന്ന് പറഞ്ഞ് ഒരിക്കൽ ആട്ടിവിട്ട അതേ വീട്ടിൽ നിന്ന് തന്നെ അയാൾക്ക് പെണ്ണ് കൊടുത്തു. ഇതെല്ലാം അയാൾ എന്നോട് ചോദിച്ചതാണ്, അയാളെ അറിഞ്ഞുകൊണ്ട് ചതിച്ചതല്ലേന്ന്. നീയും കേട്ടതല്ലേ? ഭാര്യയുടെ നേരെ വിരൽ ചൂണ്ടി അദ്ദേഹം ചോദിച്ചു. ഗംഗേട്ടൻ്റെ ഭാര്യ വൈജയ്ക്ക് നേരെ ചെന്ന് നിന്ന് പറഞ്ഞു, വൈജയ്, നീ ഇങ്ങനെ കിടന്ന് ഒരു മുന്നും പിന്നും ചിന്തിക്കാതെ ഇങ്ങനെ എൻ്റെ മകളെ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു കാര്യവുമില്ല. ഇപ്പോൾ നിനക്ക് ചെയ്യാൻ കഴിയുന്നത് നീ അവളുടെ അമ്മയാണെന്നറിഞ്ഞിട്ട് അവളെ പോയി ഒന്ന് കാണുക മാത്രമാണ്. എടത്തി, ഞാൻ എന്തൊരു പാപിയാണ് എടത്തി. ഇത്രയും കാലം ഞാൻ എൻ്റെ മകളെ എൻ്റെ കൺമുമ്പിൽ ഉണ്ടായിട്ട് പോലും ഞാൻ അവളെ അറിഞ്ഞില്ല, ഞാൻ അവളെ നോക്കിയില്ല. ശരിയാണ് ഗംഗേട്ടൻ പറഞ്ഞത്. ഒരിക്കലെങ്കിലും ഞാൻ മരിച്ചുപോയ ആ കുഞ്ഞിനെക്കുറിച്ച് ആലോചിച്ചിരുന്നുവെങ്കിൽ അലീനയോട് ഇതൊന്നും ചെയ്യില്ലായിരുന്നു. അറിഞ്ഞില്ല ഏടത്തി, എൻ്റെ കുടുംബം നശിപ്പിക്കാൻ വന്ന ഏതോ ഒരുത്തി എന്ന് മാത്രമാണ് ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു കൂട്ടിയത്. അല്ലെങ്കിലും കഴിഞ്ഞുപോയൊരു കാലത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൂടി വേണമെങ്കിൽ പറയാമല്ലോ. ബാലചന്ദ്രൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവളുടെ ആ അച്ഛൻ എന്ന് പറയുന്ന ആളെ വിളിച്ച് എൻ്റെ മകളെ കൊടുത്തുവിട്ടത്? അലീന ഇവിടെ വന്ന നാൾ മുതൽ ബാലചന്ദ്രൻ ഏറെ പ്രിയപ്പെട്ടവളായിരുന്നല്ലോ അലീന. പിന്നെ എന്തുകൊണ്ട് ഒരു ദിവസം അവളെ ഇവിടെ നിന്ന് പടിയിറക്കി വിട്ടു? വൈജയ്, നീ ഇത് നിന്നോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. ബാലചന്ദ്രൻ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന്. ശരിയാണ്, നിന്നോട് ഒരാളോട് മാത്രം തീർക്കാനുള്ള പകയാണ് അയാൾ ആ പാവം പെൺകുട്ടിയോടാണ് കാണിച്ചത്. അതിൽ അയാളും ഒരുപാട് വേദനിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ രാത്രികളിൽ അവൾ ഇവിടെ ഇല്ലാത്ത വീട് വിളക്ക് വയ്ക്കാത്ത വീട് പോലെയാണെന്നാണ് അയാൾ പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആ വ്യക്തി ഇപ്പോൾ എന്തിനേക്കാളേറെ അലീന എന്ന് പറയുന്ന ആ പെൺകുട്ടിക്ക് വില കൽപ്പിക്കുന്നുണ്ട്. അത് നീ മനസ്സിലാക്കുന്നുണ്ടോ വൈജയ്? ഏത് ഭർത്താവാടി തൻ്റെ ഭാര്യയ്ക്ക് ആദ്യത്തെ കാമുകനിൽ ജനിച്ച കുഞ്ഞിനെ ഇതുപോലെ സംരക്ഷിക്കുന്നത്? നീ എവിടെയെങ്കിലും കണ്ടിട്ടോ കേട്ടിട്ടോ ഉണ്ടോ അങ്ങനെ ഒരു ആളെക്കുറിച്ച്? നീയൊക്കെ എന്തൊക്കെ കാട്ടിക്കൂട്ടിയായ മനുഷ്യനോട്. എന്നിട്ടും അവൾ ചോദിക്കുന്നു അയാൾ എന്തിനിവിടെ നിന്ന് അലീനയെ പറഞ്ഞു വിട്ടുവെന്ന്. നിന്നെപ്പോലെ ഒരു നീച സ്ത്രീ ഉള്ളിടത്ത് എങ്ങനെയാണ് അലീനയെ വിശ്വസിപ്പിച്ച് അയാൾ ഇവിടെ നിർത്തുന്നത്? എന്തോ ദൈവഭാഗ്യം കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും മാത്രമല്ലേ ഇന്നും അലീന ജീവിച്ചിരിക്കുന്നത്. നീയും നിന്റെ മോളും കാട്ടിക്കൂട്ടിയതിനെല്ലാം അനുഭവിച്ചത് ആ പാവമല്ലേ? ഗംഗേട്ടൻ പഴയ കാര്യങ്ങളെല്ലാം ഓരോന്നോരോന്ന് ഓർത്തെടുത്ത് പറയും തോറും ഗംഗേട്ടന് തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെയായി. ഗംഗേട്ടൻ്റെ ഭാര്യ ഇടയ്ക്ക് വന്ന് പറയുന്നുണ്ട്, മതി ഗംഗേട്ട, നിർത്ത്. ഇവരുടെ സംസാരത്തിനിടയിലാണ് പുറത്ത് ഗേറ്റിനകത്തേക്ക് ബാലചന്ദ്രൻ്റെ കാറ് കയറി വരുന്നത് ജനലിലൂടെ ഗംഗേട്ടൻ കാണുന്നത്. ഗംഗേട്ടന് വല്ലാത്ത വിഷമം തോന്നി. ഗംഗേട്ടൻ ചോദിച്ചു, ഞാനിനി ബാലചന്ദ്രനോട് എന്തെന്ന് പറയും? നീ അറിഞ്ഞു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ബാലചന്ദ്രൻ ഇതിനെ പ്രതികരിക്കുന്നതെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഞാൻ പറയാം ഗംഗേട്ടാ ബാലചന്ദ്രനോട് എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരണമെന്ന്. ആ കാൽക്കൽ വീണ് ഞാൻ മാപ്പ് അപേക്ഷിക്കാം ചെയ്തു പോയ എല്ലാ അപരാധങ്ങൾക്കും. ബാലചന്ദ്രൻ എന്നെ എങ്ങനെ വേണമെങ്കിലും ശിക്ഷിച്ചോട്ടെ ഗംഗേട്ടാ, എല്ലാം ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അവളെ എനിക്ക് തരണം. എനിക്കറിയില്ല വൈജയ്, ഞാനിതിനെ എങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് പോകണമെന്ന്. ഞാൻ ബാലചന്ദ്രനോട് പോലും എന്ത് പറയണമെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു പിടിയും കിട്ടാതെയാണ് ഞാൻ ഈ ഇരിക്കുന്നത്. എന്താണ് ഞാൻ അയാളോട് പറയേണ്ടത്? നിന്നോട് ഞാൻ പറഞ്ഞെന്നോ? നീ എന്താണ് പറയാൻ പോകുന്നത്? അലീന എൻ്റെ മകളാണെന്നോ? ഞാനത് സമ്മതിച്ച് തരാമെന്നോ? നീ എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. എല്ലാം മനസ്സിലാക്കിയിരിക്കുന്ന മനുഷ്യനാണത്. ബാലചന്ദ്രൻ അകത്ത് വന്ന് വീട്ടിലെ ആ പുതിയ സർവൻറ്റിനോട് സംസാരിക്കുന്നത് കേട്ടതോടെ ഗംഗേട്ടനും വൈജയന്തിയും ഏടത്തിയും സംസാരിക്കുന്നത് നിർത്തി. അവർ പുറത്തേക്ക് വന്നു. ഗംഗേട്ടനാണ് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് വന്നത്. ബാലചന്ദ്രനോടായി ഗംഗേട്ടൻ ചോദിച്ചു, ആ എന്തേ ബാലേന്ദ്രൻ പെട്ടെന്ന് തന്നെ പോന്നോ? ഓ അതിപ്പോൾ ഞാൻ അവിടെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല ഗംഗേട്ടാ. ഞാനിപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് അവിടെ ഇരിക്കാറുമില്ല. ഗോവർദ്ധൻ എല്ലാം നോക്കിക്കോളുമല്ലോ. പിന്നെ എൻ്റെ മനസ്സിലും
വേറെ കുറേ തീരുമാനങ്ങളൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ അലീനയുടെ ഓരോ കേസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചത്. ഗംഗേട്ടനൊന്നും മനസ്സിലാവാത്ത പോലെ ചോദിച്ചു. അതെന്താ ബാലചന്ദ്ര അങ്ങനെ ഒരു തീരുമാനം? മനസ്സിലായില്ല. അത് ഞാൻ ഗംഗേട്ടനോട് വിശദമായിട്ട് പിന്നീട് പറയാം. അത് ഞാൻ നിർത്തലാക്കിയെന്നൊന്നുമല്ല കേട്ടോ അതിനർത്ഥം. അതുമായിട്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകും. പക്ഷേ കുറച്ചും കൂടി താമസം എടുക്കുന്നു മാത്രം. അതല്ലടോ, അതെന്താ അങ്ങനെ ഒരു തീരുമാനം? വീണ്ടും താനൊരു സംശയമുള്ള പോലെ. അത് വേറൊന്നുമില്ല. സ്വർണ്ണക്കടേ നമ്മുടെ അലീനയുടെ പേരിൽ എഴുതി കൊടുത്തിട്ട് അവളോട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറയാമെന്നാ. അവൾക്ക് സപ്പോർട്ടായിട്ട് ഗോവർദ്ധനും ഉണ്ടാവുമല്ലോ. പിന്നെ അവളെ കല്യാണം കഴിച്ച് കൊടുക്കുമ്പോൾ ഒന്നിലൊരു കുറവ് വേണ്ട. ഒരു സ്വർണ്ണക്കടക്കാരി തന്നെ ആയിട്ട് തന്നെ അവളെ നമുക്കങ്ങ് കെട്ടിച്ചയക്കാലോ ഗംഗേട്ടാ. ബാലചന്ദ്രൻ്റെ വാക്കുകൾ കേട്ട് ഗംഗാധരന് പോലും അതിശയം തോന്നി. തൻ്റെ കോടിക്കണക്കിന് വില മതിക്കുന്ന സ്വർണ്ണക്കട പോലും എഴുതി കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ബാലചന്ദ്രനെ കണ്ട് വല്ലാത്തൊരു വിഷമവും തോന്നി. ഈ മനുഷ്യനെയാണല്ലോ എല്ലാവരും കൂടി ചതിച്ചതെന്ന്. അകത്ത് റൂമിൽ നിന്ന് ഇത് കേട്ട വൈജയന്തി മുഖം പൊത്തിപ്പിടിച്ച് പുറത്തേക്ക് ശബ്ദം വരാതെ കരഞ്ഞു. വൈജയന്തിയെ തോളിൽ തട്ടിക്കൊണ്ട് സമാധാനിപ്പിച്ചുകൊണ്ട് ഏടത്തിയും കൂടെ തന്നെ നിന്നു. ഇങ്ങനെ കരയല്ലേ വൈജയ്, നീ ഇതെപ്പം തുടങ്ങിയതാണ് നിൻ്റെ ഈ കരച്ചിൽ? ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ നിനക്ക്? ഇങ്ങനെ കരഞ്ഞ് ഓരോ അസുഖങ്ങൾ വരുത്തി വയ്ക്കാന്നല്ലാതെ ഈ കരയുന്നത് കൊണ്ട് എന്താണ് നമുക്കൊരു പ്രയോജനം? ഏടത്തി കേൾക്കുന്നില്ലേ ഇതെല്ലാം? ഞാൻ പ്രസവിച്ച എൻ്റെ മകളെ ഞാനൊരു മുട്ടുസൂചി കൊണ്ട് പോലും ഞാൻ അവൾക്കൊരു ഉപകാരം ഞാൻ ചെയ്തിട്ടില്ല. എന്നിട്ടാണ് ഇപ്പോൾ ഈ അച്ഛനെയും മകളെയുമാണ് ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയത് ഈശ്വര. ഞാനിതിനൊക്കെ എവിടെ പോയിട്ടാണ് പ്രായശ്ചിത്തം ചെയ്യേണ്ടത്? വൈജയ്, ഇതൊക്കെ ദൈവം നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് തന്നെ പോകണം വൈജയ്. ഇനിയും എന്തൊക്കെ തരണം ചെയ്യാൻ നീ കിടക്കുന്നു? ബബിതയും രോഹിത്തുമൊന്നും ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ബബിത അറിഞ്ഞാലുണ്ടാവുന്ന അവസ്ഥ എന്തായിരിക്കുന്നുവെന്ന് നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നീ തന്നെ ആവശ്യമില്ലാത്ത ഓരോ വിഷമാണ് അവളുടെ ഉള്ളിൽ അലീനയെക്കുറിച്ച് പറഞ്ഞ് നിറച്ച് വെച്ചിരിക്കുന്നത്. രോഹിത്തിന് ഇപ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് എനിക്കും പറയാൻ കഴിയുന്നില്ല. കാരണം രോഹിത്തിനിപ്പോൾ അവൾ ചേച്ചിയെ പോലെയാണ്. അവളോട് വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുകയും അഭിപ്രായങ്ങൾ ചോദിക്കുകയും ഒക്കെ രോഹിത്ത് ചെയ്യുന്നുണ്ട്. അന്ന് വെറുതെ അലീനയ്ക്ക് നേരെ എന്തെങ്കിലും ഒരു ഉപദ്രവം ചെയ്യണമെന്ന് നീ പറഞ്ഞപ്പോഴേക്കും അവൾ വിഷവുമായിട്ടാണ് തിരിച്ചു വന്നത്. അവൾ അലീന നിൻ്റെ മകളാണെന്നറിയുമ്പോൾ എന്തായിരിക്കും അവൾ കാണിക്കാൻ പോകുന്നത്? എൻ്റെ പേടി അതാണ്. ഇല്ല ഏടത്തി, ഇനി അങ്ങനെയൊന്നും വരാതെ ഞാൻ നോക്കിക്കോളാം. ഏടത്തി, നിങ്ങൾ എന്നെ എന്തെങ്കിലും ചെയ്തൊന്ന് സഹായിച്ചേ കഴിയൂ. എനിക്ക് അലീനയെ ഒന്ന് കാണാനെങ്കിലും നിങ്ങൾ അതിന് എന്നെ അനുവദിക്കണം. എന്നെ ഒന്ന് കൊണ്ടുപോവേ ഏടത്തി. അവളെ ആ സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് വേണമെന്നില്ല. എവിടെയെങ്കിലും എനിക്കൊന്ന് അവളെ കണ്ടാൽ മതി. എനിക്ക് അവളെ ഒന്ന് മകളെ എന്ന് വിളിക്കാനാണ് ഏടത്തി. എൻ്റെ മോളെ എനിക്ക് മാപ്പ് തരണമെന്ന് ഒന്ന് അപേക്ഷിക്കാനാണ്. ഒരമ്മയാണ് ഞാനെന്ന് അവൾ എന്നോട് പലവട്ടം ചോദിച്ചത്. അതിൻ്റെ അർത്ഥം പോലും മനസ്സിലാക്കാതെയാണ് ഞാൻ അവളോട് പെരുമാറിയത്. അവൾ എന്താണ് ചോദിക്കുന്നതെന്ന് പോലും ഞാൻ കേട്ടിട്ടില്ല ഏടത്തി ഇതുവരെ. മറുവശത്ത് ഗംഗാധരൻ ബാലചന്ദ്രനോട് ഇതെല്ലാം തുറന്നെങ്ങനെ സംസാരിക്കേണ്ടതെന്നറിയാതെ ആകെ കുഴഞ്ഞു നിൽക്കുകയാണ്. ഗംഗേട്ടൻ്റെ മുഖത്ത് നിന്നും ബാലചന്ദ്രന് തന്നോട് ഗംഗേട്ടൻ എന്തോ പറയാനുണ്ടെന്ന് മനസ്സിലാക്കി. ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, ഗംഗേട്ടന് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ പ്രത്യേകിച്ച്? വല്ലാത്തൊരു മനോവിഷമത്തിൽ. എന്തിനാ ഗംഗേട്ടാ ഇനിയും ഒരു മുഖവിര? എല്ലാ കാര്യങ്ങളും ഏകദേശം നമ്മൾ തീർപ്പാക്കിയതല്ലേ. നിങ്ങൾ എന്നോട് പറയാത്തതും മറച്ചു വെച്ചതുമായ കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടുപിടിച്ച് നിങ്ങളോട് വന്ന് അന്വേഷിച്ചതുമല്ലേ. എന്നിട്ടും വേണോ ഈ ഒളിച്ചുകളി? എന്തായാലും ചോദിച്ചോ. അല്ല ബാലചന്ദ്ര, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താണ് ബാലചന്ദ്രൻ ഉദ്ദേശിക്കുന്നത് ഈ പോകുന്ന ഈ കളിയിൽ? മനസ്സിലായില്ല. ബാലചന്ദ്രൻ ഒന്നും മനസ്സിലാവാത്ത പോലെ ഗംഗേട്ടനോട് ചോദിച്ചു. ഗംഗേട്ടൻ ചോദിച്ചു, അല്ല, നീ അലീനയെ ഇവിടെ നിന്നും സ്റ്റാൻലിക്കൊപ്പം പറഞ്ഞു വിട്ടു.
അതെ, നീ തന്നെ തിരിച്ച് പറയുന്നുണ്ട് 4 ദിവസത്തിന് ശേഷം അവൾ തിരിച്ചു വരുമെന്ന്. അതാണ് ഞാൻ ചോദിച്ചത്, ഇതുകൊണ്ടൊക്കെ നീ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. എനിക്കും കൂടിയെങ്കിലും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് മാത്രമാണ് എന്ന് നീ മനസ്സിലാക്കണം. അതൊക്കെ ഞാൻ പറഞ്ഞു തന്നെ അറിയണമെന്നുണ്ടോ ഗംഗേട്ടാ? അതൊക്കെ നിങ്ങൾ കണ്ടറിയുന്നതല്ലേ നല്ലത്. ബാലചന്ദ്ര, നീ എന്നോടെങ്കിലും ഒന്ന് പറ, നീ എന്താണ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നതെന്ന്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം വൈജയന്തി നിന്നോട് പ്രതികരിക്കുന്നത് എങ്ങനെയായിരിക്കുമെന്ന് നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അതോ നീ എങ്ങനെയായിരിക്കും അവളോട് പെരുമാറുക? ഈ ഗംഗേട്ടൻ ഇതെന്താ പറ്റിയേ? ഒരന്തവും അറ്റവും തുമ്പും ഒന്നുമില്ലാതെ ഇങ്ങനെ കിടന്ന് സംസാരിക്കുന്നുണ്ടല്ലോ. എന്താ ഗംഗേട്ടാ, എന്തായാലും തുറന്ന് പറഞ്ഞോ. അല്ല ബാലചന്ദ്ര, ഞങ്ങളോട് വൈജയന്തി ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നും സ്റ്റാൻലി വന്നു പോയത് എന്തിനാണെന്നും സ്റ്റാൻലി എന്തിനാണ് അലീനയെ കൊണ്ടുപോയതെന്നൊക്കെയാണ് അവൾ ഈ ചോദിക്കുന്നത്. എനിക്കൊന്നും പറയാൻ കഴിയാതെ നിൽക്കുകയാണ്. മനു എന്നെ ഇവിടെ കുടുക്കിയിട്ട് ഇടുക തന്നെ ചെയ്തിട്ടാണ് അവനിപ്പോൾ മിണ്ടാതിരിക്കുന്നത്. ഇപ്പോൾ ഇതിനെല്ലാത്തിനും മറുപടി പറയേണ്ട ഉത്തരവാദിത്തം എനിക്ക് മാത്രമായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഞാൻ എന്തുത്തരമാണ് ഞാൻ വൈജയന്തിക്ക് കൊടുക്കേണ്ടതെന്ന്. നീയും കൂടി അതിന് ഒരു മറുപടി എനിക്ക് പറഞ്ഞു തന്നാൽ ഞാൻ അതേപോലെ നിൽക്കാം. അല്ലാതെ നമ്മൾ ഇനിയും ഈ ഒളിച്ചു കളി മുന്നോട്ട് കൊണ്ടുപോയിട്ട് എന്ത് കാര്യമുണ്ട്? ബാലചന്ദ്ര, ഞാൻ വൈജയോട് പറയട്ടെ എല്ലാ സത്യങ്ങളും നീയും കൂടി അറിഞ്ഞു എന്ന്. അവൾക്ക് അത് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഞാൻ അത് ഒളിപ്പിച്ച് വെച്ചിട്ട് എന്താണ് അതുകൊണ്ടൊരു കാര്യം? ഇതെല്ലാം റൂമിൽ നിന്ന് കേൾക്കുന്ന വൈജയന്തി ആ റൂമിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് വരികയാണ്. വൈജയന്തി വന്ന് നിൽക്കുന്നത് കണ്ട് ബാലചന്ദ്രനും ഗംഗാധരനും അവളിലേക്കായി നോട്ടം. വൈജയന്തി ഓടി വന്ന് തൊഴുകൈയോടെ ബാലചന്ദ്രൻ്റെ മുമ്പിൽ വന്നു നിന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അവർ പരസ്പരം ആ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കുന്നത്. ബാലചന്ദ്രൻ ഇത്രയും നാൾ കണ്ടതിൽ വെച്ച് ഒരു വല്ലാത്തൊരു ഭാവമാറ്റം വൈജയന്തിയിൽ കണ്ടു. ബാലചന്ദ്രൻ മുമ്പൊരിക്കൽ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, ബാലചന്ദ്രന് ആരാധനയായിരുന്നുവെന്ന്. ഈ വൈജയന്തിയോടല്ല, പഴയ വൈജയന്തിയോടെന്ന്. എല്ലാവരോടും കരുണയോടുകൂടി സംസാരിക്കുന്ന, എപ്പോഴും ചിരിച്ച മുഖമുള്ളൊരു വൈജയന്തിയുടെ നല്ല കാലത്തെക്കുറിച്ച് ബാലചന്ദ്രൻ ഒരിക്കൽ കൃഷ്ണമോളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ആ വൈജയന്തിയെ ആ കണ്ണുകളിൽ ബാലചന്ദ്രൻ ഈ നിമിഷം കണ്ടു. പരസ്പരം ഒന്നും സംസാരിക്കാതെ തന്നെ അവർ പരസ്പരം കണ്ണുകളിലൂടെ എന്തോ സംസാരിച്ചു കൊണ്ടേയിരുന്നു. ബാലചന്ദ്രൻ ഒരു നിമിഷം വൈജയന്തിയുടെ നേരെ നിന്ന് കണ്ണുകൾ തിരിച്ച് സ്റ്റെപ്പിലേക്ക് കയറാൻ എന്ന ഭാവത്തിൽ തിരിഞ്ഞതും വൈജയന്തി ബാലചന്ദ്രൻ്റെ കയ്യിൽ കയറി പിടിച്ചു. ബാലചന്ദ്രനോട് വൈജയന്തി ചോദിച്ചു, എന്നോട് ഒന്നും ചോദിക്കാനില്ലേ ബാലേട്ടന്? ബാലചന്ദ്രൻ ഒരു നിമിഷം ഒന്ന് ഞെട്ടി. ആ വിളി പോലും ബാലചന്ദ്രനിൽ നിന്നും അന്യം നിന്ന് പോയിട്ട് ഒരുപാട് നാളുകളായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആ വിളി കേട്ടതുപോലെ ബാലചന്ദ്രന് തോന്നി. ബാലചന്ദ്രൻ്റെ മനസ്സ് പെട്ടെന്നെന്തോ തണുത്ത ഒരു കാറ്റ് വീശിയതുപോലെ. എങ്കിലും മുഖത്ത് ആ ഗൗരവഭാവം വിടാതെ ബാലചന്ദ്രൻ നിന്നു. ബാലചന്ദ്രൻ്റെ മുമ്പിൽ വീണ്ടും ആ കൈകൾ കൂപ്പിക്കൊണ്ട് വൈജയന്തി പറഞ്ഞു, എൻ്റെ മകളെ എനിക്ക് തിരിച്ചു തരുമോ ബാലേട്ട? ആ ചോദ്യം കേട്ടതും ബാലചന്ദ്രൻ എന്തെന്നില്ലാത്ത ഒരു അതിശയത്തോടെ വൈജയെ നോക്കി. വൈജയ്ക്ക് തിരിച്ചെന്തായിരിക്കും ബാലചന്ദ്രൻ പറയുക എന്നായിരുന്നു വൈജയന്തിയുടെയും ചിന്ത. ബാലചന്ദ്രൻ ഒന്നും മിണ്ടാതെ വൈജയന്തിയെ പകപോക്കുന്ന പോലെ ബാലചന്ദ്രൻ ചോദിച്ചു, എന്താണ് വൈജയന്തി പറഞ്ഞത്? നിനക്ക് ആരെ തരുമോ എന്നാണ്? എൻ്റെ 3 മക്കളെ ഞാൻ നിനക്ക് തന്നില്ലേ, പിന്നെ നീ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. വൈജയന്തി ബാലചന്ദ്രൻ്റെ കാൽക്കലേക്ക് വീണു. ബാലചന്ദ്രനോട് കേണപേക്ഷിച്ചുകൊണ്ട് ഉറക്കെ നിലവിളിച്ചുകൊണ്ട്, എന്നോട് പൊറുക്കണം ബാലേട്ട, ഞാൻ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞതാണ് എനിക്ക് കഴിയില്ലെന്ന്. ഒരാളെയും ഇനിയും എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് സ്വീകരിക്കാൻ കഴിയില്ലെന്നും ഒരാളെയും എനിക്ക് ചതിക്കേണ്ടെന്നും എല്ലാവരും കൂടി ഒരേന്ന് പറഞ്ഞ് എന്നെ ചതിച്ചതാണ്.
ബാലചന്ദ്രൻ എന്ന വ്യക്തിയുടെ ഭാര്യയായതിനു ശേഷം ഞാൻ കളങ്കപ്പെട്ടിട്ടില്ല ബാലേട്ടാ, എന്നെ വിശ്വസിക്കണം. നിങ്ങളെയും നിങ്ങളുടെ 3 മക്കളെയും വിചാരിച്ച് മാത്രം ജീവിച്ചു പോകുന്ന ഒരാളാണ് ഞാൻ. വീണ്ടും നിങ്ങളെല്ലാവരും കൂടിയാണ് എൻ്റെ മുമ്പിലേക്ക് അവളെ കൊണ്ടുവന്നിട്ട് തന്നത്. ഇപ്പോൾ എനിക്ക് വയ്യ ബാലേട്ടാ. ഞാൻ അത്രയും ദ്രോഹം ആ കുട്ടിയോട് ഞാൻ ചെയ്തു കൂട്ടി. ഇനിയുള്ള കാലമെങ്കിലും അവളെ ഒരമ്മയായിട്ട് ഞാൻ സ്നേഹിച്ചോട്ടെ ബാലേട്ടാ. അതിനെന്നെ ഒന്ന് അനുവദിക്കണം. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഗംഗേട്ടനും ഭാര്യയ്ക്ക് പോലും സങ്കടം സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഗംഗേട്ടന് തന്നോടും തൻ്റെ അച്ഛനോടും അനിയന്മാരോടും വല്ലാത്തൊരു ദേഷ്യവും അവരുടെ ചിന്തകളെ പോലും വല്ലാത്ത വെറുപ്പും തോന്നി. ഒരു പെങ്ങൾക്ക് പറ്റിയ തെറ്റ് അത് തിരുത്തി അവളെ വീട്ടിൽ നിർത്തി സംരക്ഷിക്കാൻ കഴിയുന്നവരായിരുന്നു എല്ലാവരും. എന്നിട്ടും ആരും അതിന് തുനിഞ്ഞില്ല. അവളെ ഒരു ചുടുകാട്ടിലേക്കെന്ന പോലെ എറിഞ്ഞിട്ട് കൊടുത്തു. എന്നിട്ട് എല്ലാം മാറി തണുത്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ തീ തന്നെ കൊണ്ടുവന്നിട്ടു. ഇപ്പോൾ അത് നേറിക്കൊണ്ടിരിക്കുന്നു. എല്ലാത്തിനും കാരണക്കാരൻ ഞങ്ങളൊക്കെ തന്നെ എന്നായിരുന്നു ഗംഗേട്ടൻ്റെ മനസ്സിൽ. ബാലചന്ദ്രൻ്റെ കാൽക്കൽ കിടന്ന് കരയുന്ന വൈജയന്തിയെ ഒന്ന് ആശ്വസിപ്പിക്കാനോ പിടിച്ചുയർത്താനോ ബാലചന്ദ്രൻ തയ്യാറായില്ല. എന്തോ ആലോചിച്ച് നിന്ന ശേഷം ബാലചന്ദ്രൻ വൈജയന്തിയിൽ നിന്നും പിന്മാറി വൈജയന്തിയെ നോക്കി നിന്നു. വൈജ ബാലചന്ദ്രനെയും അവിടെ മുട്ടുകുത്തിയിരുന്നു കൊണ്ട് നോക്കി. ബാലചന്ദ്രൻ വൈജയോട് ചോദിച്ചു, നീ ആരെ വേണമെന്നാണ് വൈജയ് നീ പറയുന്നത്? എല്ലാം മനസ്സിലായിട്ടും ബാലചന്ദ്രൻ ആ ചോദ്യം ചോദിക്കുന്നത് വൈജയന്തിയുടെ നാവിൽ നിന്നും തന്നെ ആ സത്യം കേൾക്കാനായിരുന്നു. ബാലചന്ദ്രൻ വീണ്ടും ചോദിച്ചു, വൈജയ്, നിന്നോടാണ് ഞാൻ ചോദിച്ചത്. നിനക്കാരെ വേണമെന്നാണ് നീ പറയുന്നത്? നീ ആരോടാണ് ഇത്രയും കാലം ക്രൂരത ചെയ്തു എന്ന് നീ പറയുന്നത്? നിനക്കാരെ സ്നേഹിക്കണമെന്നാണ് വൈജയ് നീ പറയുന്നത്? വൈജയ്ക്ക് എന്ത് തിരിച്ചു പറയണമെന്നറിയാതെയായി. ബാലചന്ദ്രനോട് എങ്ങനെയാണ് താൻ അത് പറയേണ്ടത്? തൻ്റെ ഭർത്താവാണ് മുമ്പിൽ നിൽക്കുന്നത്. താൻ പ്രണയിച്ച് നടന്ന സമയത്ത് തനിക്കുണ്ടായ കുഞ്ഞിനെ ഇപ്പോൾ ബാലചന്ദ്രൻ്റെ കൈകളിലാണ്. ആ കുഞ്ഞിനെ വേണമെന്നാണ് ഒരു ഭാര്യ ഭർത്താവിനോട് പറയുന്നത്. ആ ഒരവസ്ഥയെ ആ ഭാര്യ എങ്ങനെ തരണം ചെയ്യും? സ്വബോധത്തിൽ എന്ന പോലെ വൈജയന്തി എല്ലാം ചിന്തിച്ചുകൊണ്ടേയിരുന്നു. വൈജയന്തിയുടെ ചിന്തകളെ മറികടന്നുകൊണ്ട് ബാലചന്ദ്രൻ ഒന്നുകൂടി അലറി വിളിച്ചു, വൈജയ്, നിന്നോടാണ് ഞാൻ ചോദിച്ചത്. നിനക്കേത് മകളെയാണ് ഞാൻ തിരിച്ചു തരേണ്ടതെന്ന്? ബാലചന്ദ്രൻ്റെ ആ അലർച്ചയിൽ അകത്ത് നിന്നവരെല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഗംഗേട്ടൻ അറിയാമായിരുന്നു ബാലചന്ദ്രൻ ഇനി എങ്ങനെയായിരിക്കും പ്രതികരിക്കാമെന്ന്. താൻ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തേക്കാണ് കാര്യങ്ങളുടെ പോക്കെന്ന് ഗംഗേട്ടന് മനസ്സിലായി. ഗംഗേട്ടൻ ഒരു നിമിഷം പേടിച്ചു. നെഞ്ചിൽ കൈവച്ച് നിൽക്കുന്ന ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ഗംഗേട്ടൻ നടന്നെടുത്തപ്പോൾ മറുകൈകൊണ്ട് ബാലചന്ദ്രൻ വേണ്ട എന്ന് തടുത്തു കാണിച്ചു. വേണ്ട ഗംഗേട്ടാ, എനിക്കിനി തകരാൻ മാത്രം മറുഹൃദയമൊന്നുമില്ല. എല്ലാം കേട്ടിപ്പോൾ കരിങ്കല്ലായി കിടക്കുകയാണ് എൻ്റെ ഈ ഹൃദയം. ഒരിക്കൽ ഇവള് തകർത്തു, മറ്റൊരിക്കൽ എൻ്റെ മകനും. ഇനി എൻ്റെ ഈ ഹൃദയത്തിന് മറ്റൊരു തകർച്ചയില്ല ഗംഗേട്ടാ. അത് അവസാനമായിരിക്കും. ഞാൻ എന്ന മനുഷ്യൻ്റെ അധപതനം. ഈ വീഡിയോയുടെ മറ്റൊരു ഭാഗവുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ, വീഡിയോസുകളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.